മരിച്ചുപോയിട്ട് നൂറ്റാണ്ടുകളായെങ്കിലും നമ്മളെ സമാധാനമായി ജീവിക്കാൻ വിടില്ലെന്ന് വാശി പിടിച്ചിരിക്കുകയാണ് നോസ്ട്രഡാമസ്. ഓരോ പുതുവർഷം വരുമ്പോഴും പഴയ അലമാരയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രവചന പുസ്തകം പൊടി തട്ടിയെടുക്കുന്നത് ഇന്റർനെറ്റ് ലോകത്തിന്റെ ഒരു സ്ഥിരം വിനോദമാണ്. 500 വർഷം മുമ്പ് അദ്ദേഹം തന്നെ എഴുതിവെച്ച കവിതകളിൽ ഇത്തവണ 26 എന്ന നമ്പർ തപ്പിപ്പിടിച്ച് വിയർക്കുന്ന ഓൺലൈൻ പ്രവചകരുടെ ഭാവനയെ സമ്മതിച്ചു തന്നെ കൊടുക്കണം. വർഷം 2026 ആയതുകൊണ്ട് 26ാം പ്രവചനം തന്നെ എടുക്കണമെന്ന ഈ കണ്ടുപിടുത്തം ശരിക്കും ഒരു അപാര യുക്തി തന്നെയാണ്. ഇതിലെ ഏറ്റവും വലിയ തമാശ 7 മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്. ഇന്നത്തെ കാലത്ത് യുദ്ധങ്ങൾ തുടങ്ങിയാൽ എന്ന് തീരുമെന്ന് ആർക്കും അറിയാത്ത സ്ഥിതിക്ക് 7 മാസം കൊണ്ട് തീരുമെന്ന് കേൾക്കുന്നത് തന്നെ ഒരു ആശ്വാസമാണ്. ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികൾ പല നഗരങ്ങളും യുദ്ധത്തിൽ തകരുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റൊരു രസകരമായ കാര്യം രാത്രിയിൽ ആക്രമിക്കാൻ വരുന്ന തേനീച്ചക്കൂട്ടത്തെക്കുറിച്ചാണ്. ഇത് കേട്ട് പാവം തേനീച്ചകൾ പോലും ഞെട്ടിയിരിക്കുകയാണ്. ഈ തേനീച്ചകൾ ശരിക്കും ഉള്ളതാണോ അതോ ഹണി ട്രാപ്പ് ആണോ എന്ന് നോസ്ട്രഡാമസിനും അദ്ദേഹത്തിന്റെ ആരാധകർക്കും അറിയില്ല. സംഗതി ഡ്രോൺ യുദ്ധമാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ നോക്കുമ്പോഴാണ് ഇതിലേക്ക് സാക്ഷാൽ ട്രംപിനെയും പുടിനെയും വരെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത്. പകൽ സമയത്ത് ഇടിമിന്നലേറ്റ് ഒരു പ്രമുഖ വ്യക്തി മരണപ്പെടുമെന്നതാണ് മറ്റൊരു പ്രധാന പ്രവചനം. ലോകപ്രശസ്തനായ ഒരു നേതാവോ സെലിബ്രിറ്റിയോ ആകാം ഇതെന്നാണ് പലരും കരുതുന്നത്. അതുപോലെ സ്വിറ്റ്സർലൻഡിലെ ടിസിനോ മേഖലയിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളും രക്തച്ചൊരിച്ചിലും ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള അശുഭകരമായ വാർത്തകൾക്കിടയിലും ഒരു പ്രത്യാശയുടെ സന്ദേശം കൂടി നോസ്ട്രഡാമസ് പങ്കുവയ്ക്കുന്നുണ്ട്. ഇരുട്ടിന് ശേഷം വെളിച്ചത്തിന്റെ മനുഷ്യർ ഉയർത്തെഴുന്നേൽക്കുമെന്ന വരികളിലൂടെ ലോകത്തിന് പുതിയൊരു നേതൃത്വമോ നല്ല മാറ്റമോ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വെളിച്ചത്തിന്റെ മനുഷ്യൻ ആരാണെന്നും 2026 ഈ പ്രവചനങ്ങൾ എത്രത്തോളം സത്യമാകുമെന്നും അറിയാൻ വരും വർഷം അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ നിഗൂഢ വരികൾ ഇന്നും സമൂഹ മാധ്യമത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതും ശ്രദ്ധേയമാണ്.